നമസ്കാരം. റീച്ചിന് വേണ്ടി വ്യാജ പ്രചരണം നടത്തിയ ആറാട്ടണ്ണൻ വീണ്ടും വൈറലായിരിക്കുകയാണ്. കൊല്ലസുധിയുടെ ഭാര്യ രേണുസുധിക്ക് ജീവിതം കൊടുക്കാമെന്ന് ആറാട്ടണ്ണൻ പറഞ്ഞതായാണ് പ്രചരണം. ഇതിൻ്റെ സത്യാവസ്ഥ വ്യക്തമല്ലെങ്കിലും ചില ബ്ലോഗർമാർ രേണുസുധിയും ആറാട്ടണ്ണനും ഒന്നിക്കുന്നു എന്ന രൂപത്തിൽ വീഡിയോകൾ ചെയ്തു. എന്നാൽ താരങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. അത് വ്യാജ പ്രചരണമാണെന്ന് ആറാട്ടണ്ണൻ പറയുന്നു. താൻ ഒരിക്കലും രേണുസുധിയെ പറ്റി അങ്ങനെ പറയില്ല. നടി മീനയെ പറ്റി താൻ പറഞ്ഞിട്ടുണ്ട്. രേണുസുധിയെ താൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരോ തനിക്കെതിരെ നടത്തുന്ന പ്രചരണമാണിതെന്നും ആറാട്ടണ്ണൻ പറയുന്നു. ഇത് ആറാട്ടണ്ണനാണ്. രേണുസുധിക്ക് ജീവൻ കൊടുക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് തെറ്റായ വ്യാജ പ്രചാരണമാണ്. മീന അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ആൾക്കാരെ മുതലെടുക്കുകയാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല രേണുസുധിക്ക് ജീവൻ കൊടുക്കാമെന്ന്. അവരെ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവരുടെ യാതൊരു പ്രശ്നമൊന്നുമില്ല. ഇത് വളരെ ആരോ മനഃപൂർവ്വം വ്യാജ പ്രചരണം നടത്തുകയാണ്, അവർക്ക് കാശിടാൻ വേണ്ടി. എനിക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല രേണുസുധിക്ക് ഞാൻ ജീവൻ കൊടുക്കാൻ. അത് തെറ്റായ പ്രചരണമാണ്. ആരും വിശ്വസിക്കരുത്. ചിലർ അവർക്ക് സാമ്പത്തിക നേട്ടം നേടാൻ വേണ്ടി സ്വാർത്ഥപരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആരും വിശ്വസിക്കരുത്. ഞാൻ ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല രേണുസുധിക്ക് ജീവൻ കൊടുക്കാൻ. അത് വ്യാജ പ്രചാരണമാണ്. സത്യത്തിൽ ആറാട്ടണ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്നതിനെ ചൊല്ലി സംശയം ഉയരുന്നുണ്ട്. ആറാട്ടണ്ണൻ ആയതുകൊണ്ട് അതിന് സാധ്യതയുണ്ട് എന്നാണ് ചില ബ്ലോഗർമാരുടെ അടക്കം പറച്ചിൽ. അണ്ണൻ്റെ വാക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ രേണുവിൻ്റെ ആരാധകർ ഫോണിലൂടെ നല്ല പൊങ്കാലയിട്ട് കാണുമെന്നും സംസാരമുണ്ട്. ഇനി അഥവാ അണ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് തന്നെ വെക്കുക, എന്തിനാണ് അതിൻ്റെ പേരിൽ ഒരു വീഡിയോ ഇടുന്നതെന്നും ചോദ്യം ഉയരുന്നു. ഇപ്പോൾ ഏറ്റവും വൈറലായ താരമാണ് രേണുസുധി. അവരെപ്പറ്റി നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ആ കണ്ടന്റ് വേഗം റീച്ചാവും. അത് മുതലെടുക്കാൻ അണ്ണൻ ശ്രമിക്കുന്നതാണെന്നും ചില തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നു. അണ്ണൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി നിൽക്കുകയാണെന്ന് ആരോ വിശ്വസിപ്പിച്ചതിൻ്റെ പേരിൽ തനിക്ക് ക്യാൻസർ ആണെന്ന് വീഡിയോ ചെയ്ത വ്യക്തിയാണ് ആറാട്ടണ്ണൻ. ഒരുപക്ഷെ രേണുവിൻ്റെ പേര് അണ്ണൻ ബോധപൂർവം ഉപയോഗിച്ചതാകണം. രേണുസുധിക്ക് ജീവിതം കൊടുക്കാൻ ആറാട്ടണ്ണൻ തയ്യാറാവുന്നു എന്ന മട്ടിൽ വാർത്ത വരുന്നത് അണ്ണനെ തീർച്ചയായും മൈലേജാക്കും. ഒരുപക്ഷെ അതാവും അണ്ണൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിനിടെ ആറാട്ടണ്ണൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി ഇടപെടുകയാണ്. തൻ്റെ ചെറിയ ചെറിയ നിരീക്ഷണങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് അണ്ണൻ കളം നിറയാൻ നോക്കുന്നത്. അതേസമയം അണ്ണൻ്റെ വീഡിയോ വന്നതിന് പിന്നാലെ രേണുസുധി പ്രതികരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ഇത്തരം വിമർശനങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ടതില്ലെന്നാണ് രേണു ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നറിയുന്നു.